അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു റാഹത്താക്കി തരട്ടെ, സന്തോഷാക്കി തരട്ടെ. ഏകാന്തതയിലേക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, ഞാൻ ഒരുപാട് പ്രാവശ്യം ആ സോങ് ഇങ്ങനെ കേട്ടിരുന്നു. ഭ്രാന്തായാലെന്തു സുഖം എന്ന് പറയുന്ന മനോഹരമായ സൂഫി ഗീതം. അതിന് ചില ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും ഞാൻ കേട്ടു. എന്നാൽ മനസ്സിനെ അത്ഭുതപ്പെടുത്തി അതിന്റെ അർത്ഥവത്തോടെ കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ അൽ ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കി ഉസ്താദിന്റെ ആ ഒരു വാളിൽ അദ്ദേഹം ആ ഭ്രാന്തായാലെന്തു സുഖം എന്ന് പറയുന്ന ആ സൂഫി ഗീതത്തെ അദ്ദേഹം വർണ്ണിക്കുന്നത് കാണാം. എന്ത് രസമാണെന്നറിയോ, എത്രത്തോളം അർത്ഥവത്തുള്ള പാട്ടാണത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാകുകയാണ്. ഞാൻ പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു. ഇതാണ് പാട്ട്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഒരുകി നിൻ ആത്മാവിനരങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണെന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല. ആ പാട്ടെന്ത് വരിയാണ്? ഭ്രാന്തായാൽ എന്ത് സുഖം. പടച്ചവനെ, നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഓർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഭ്രാന്തായാൽ എന്ത് സുഖമായിരുന്നു. ഈ പെരിന്തൽമണ്ണ അങ്ങാടിയില് മുടി ഇങ്ങനെ ചെടപിടിച്ച്, ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്തൻ നടന്നാൽ അവനെ നമ്മൾ അട്ടിയോടിക്കും. അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും. ചായക്കടയിൽ പോയാൽ ചൂടുവെള്ളം ഒഴിക്കും. സർവരാലും അട്ടിയോടിക്കുന്ന ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവരെ, അവനെന്ത് ഭാഗ്യവാനാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ അവന് കബറിൽ ചോദ്യമില്ലല്ലോ. അവന് നാളെ പടച്ചവന്റെ മുമ്പിൽ നിസ്കാരത്തെ കുറിച്ച് ഹിസാബില്ലല്ലോ. എത്രത്തോളം അർത്ഥത്തോടെയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കേട്ടു നോക്കിയേ. പെരുന്തൽമണ്ണ ജുമാ മസ്ജിദില് ബാങ്ക് വിളിക്കുന്ന ഭ്രാന്തം കേട്ടിട്ടുണ്ട്. പക്ഷേ അവൻ ആക്കിലല്ല. അവന്റെ ചെവിയിലത് കേട്ടാലും അവന് നിസ്കാര നിർബന്ധമില്ല. അപ്പുറത്ത് വലിയ കടയും ജൂവലറി നടത്തിയ, അല്ലെങ്കിൽ വലിയ തലപ്പാവും കെട്ടി നടന്ന എനിക്കത് ബാധകമാണ്. ഞാൻ നിസ്കരിച്ചില്ലല്ലോ. ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ എത്രത്തോളം അതിന്റെ അർത്ഥമുണ്ട്. ഉസ്താദ് അവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വാള് പറയുന്നത്. അതിന്റെ അർത്ഥം എത്രത്തോളമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആഴമറിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭ്രാന്തായാലെന്തു സുഖം. ആലോചിച്ചു നോക്കിയേ ആ പാട്ട് മുഴുവനായി കേൾക്കണം നമ്മള്. ഉരുകിയൊലിക്കുന്ന ടാറിന്റെ വസ്ത്രമിട്ട് എന്നെ നരകത്തിലോട്ടാട്ടി ഓടിക്കുമല്ലോ റബ്ബേ. ആ ഭ്രാന്തന് ഹിസാബില്ലല്ലോ. അവന് മീസാനില്ലല്ലോ. അവന്റെ പടച്ചവന്റെ മുമ്പിൽ ഒരു സമാധാനവും അവന് പറയേണ്ടി വരില്ലല്ലോ. പക്ഷേ അഹമ്മദ് കബീർ അങ്ങനെയല്ല. ഈ വഅദ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നോ? നീ നിസ്കരിച്ചിരുന്നോ? നിന്റെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തിരുന്നോ? നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നോ? നിന്റെ ഭാര്യയോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചിരുന്നോ? സഹോദരാ, എത്രയെത്ര ചോദ്യങ്ങളെ നേരിടണം. അല്ലാഹുമ്മ ഹസ്ബിനാ ഹിസാബൻ യസീർ.